പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലേക്ക് മടങ്ങുന്നത് സംബന്ധിച്ച എംബസിയുടെ അറിയിപ്പ് ലഭിച്ചിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും ടിക്കറ്റ് എടുക്കാനുള്ള എയർ ഇന്ത്യയുടെ വിളിയും കാത്തിരിക്കുകയാണ് അനവധി പ്രവാസികൾ. അങ്ങനെ അറിയിപ്പൊന്നും ലഭിക്കാതിരുന്നതിനെ തുടർന്ന് എംബസിയിലും എയർ ഇന്ത്യ ഓഫീസിലും ബന്ധപ്പെട്ടുവെങ്കിലും മറുപടിയൊന്നും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. നിലവിലെ സർവീസുകൾ വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ തങ്ങളുടെ മടക്കം ഇനിയും നീളുമെന്ന ആശങ്കയിലാണ് ഒട്ടുമിക്ക പ്രവാസികളും കഴിയുന്നത്. വൽജിയിൽ താമസിക്കുന്ന കൊല്ലം സ്വദേശി ജോസ് ആന്റണിയുടെ അനുഭവം ഇതിലും വേറിട്ടതാണ്. കുടുംബത്തെ നാട്ടിലയക്കുന്നതിനായാണ് ഇദ്ദേഹം എംബസിയിൽ രജിസ്റ്റർ ചെയ്തത്. ജോലി നഷ്ടപ്പെട്ടെങ്കിലും ഇദ്ദേഹം നാട്ടിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ മെയ് 16 എംബസിയിൽ നിന്ന് 23 തിരുവനന്തപുരം വിമാനത്തിൽ പോകുന്നതിനായി എംബസിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചത്. ഇതനുസരിച്ച് വിവരങ്ങൾ നൽകിയെങ്കിലും എയർ ഇന്ത്യയുടെ വിളിയൊന്നും വന്നിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്ന വീട്ടിൽ ക്വാറന്റൈൻ സൗകര്യമുണ്ടെന്നാണ് എംബസിയെ അറിയിക്കുക ചെയ്തത്. 23 രാത്രി ഇദ്ദേഹത്തെ നാട്ടിൽ നിന്ന് മാതാവ് വിളിച്ച് SP ഓഫീസിൽ നിന്നടക്കം വിളിച്ച് മകന്റെ കുടുംബം നാട്ടിലെത്തിയെന്ന് അന്വേഷിച്ചതായും പറഞ്ഞു. അടുത്ത ദിവസം റൂവിയിലെ എയർ ഇന്ത്യ ഓഫീസിൽ ചെന്ന് കാര്യം ചോദിച്ചപ്പോൾ എംബസിയിൽ പോയി പരാതി നൽകാനാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്ന് ഇദ്ദേഹം പറയുകയാണ്. അതോടൊപ്പം തന്നെ എംബസിയിൽ ഇക്കാര്യം പറയാൻ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ലഭിച്ചിരുന്നുമില്ല. ഒടുവിൽ ചൊവ്വാഴ്ച ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ മുഴുവൻ കേൾക്കാതെ മോശമായി സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. തന്റെ അനുഭവം ചൂണ്ടിക്കാട്ടി അംബാസിഡർക്കടക്കം പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം. എംബസിയുടെ കണക്കിൽ തന്റെ കുടുംബം നാട്ടിലേക്ക് മടങ്ങിയെന്നാണ് ഉള്ളതെങ്കിൽ രജിസ്ട്രേഷൻ വീണ്ടും നടത്തേണ്ടി വരുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ ആരെയാണ് സമീപിക്കേണ്ടത് എന്നറിയാത്ത ബുദ്ധിമുട്ടിലാണിവർ. സിനാവിൽ സ്കൂൾ നടത്തിയിരുന്ന കൊല്ലം സ്വദേശിനി സുമാ ശങ്കറും ഭർത്താവും 23 തിരുവനന്തപുരം വിമാനത്തിൽ പോകുന്നതിനായി എംബസിയിൽ കൺഫർമേഷൻ നൽകിയിരുന്നതാണ്. ഇതിനുശേഷം 30 ഒരു തിരുവനന്തപുരം വിമാനം കൂടി പോയെങ്കിലും എയർ ഇന്ത്യയിൽ നിന്നുള്ള വിളി മാത്രം ഇവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. നിലവിലെ ഷെഡ്യൂളിലെ അവസാനത്തേതായ നാളത്തെ തിരുവനന്തപുരം വിമാനത്തിലേക്കെങ്കിലും വിളി വരുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ഭർത്താവിന് ജൂൺ ആദ്യവാരത്തിൽ ഓപ്പറേഷൻ ഉള്ളതാണെന്നും ഇവർ പറയുകയാണ്. സ്കൂൾ സ്പോൺസറുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ വർഷം അവസാനം പൂട്ടുകയും ചെയ്തു. എയർ ഇന്ത്യയെയും എംബസിയെയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. മുലതയിൽ ജോലി ചെയ്തിരുന്ന ഹോട്ടൽ പൂട്ടിയതിനെ തുടർന്ന് 4 മാസമായി ദുരിതക്കയത്തിലാണ് കോഴിക്കോട് വടകര സ്വദേശികളായ നാസറും സുരേന്ദ്രനും റഫീഖും. മെയ് 22 കണ്ണൂർ വിമാനത്തിൽ പോകുന്നതിനായി 16 എംബസിയിൽ നിന്ന് ഇവർക്ക് അറിയിപ്പ് ലഭിക്കുന്നത്. ഇതനുസരിച്ച് ഇവർ വിവരങ്ങൾ നൽകിയെങ്കിലും എയർ ഇന്ത്യയുടെ വിളി മാത്രം ലഭിച്ചില്ല. താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് വാടക നൽകാത്തതിനാൽ ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ പൂട്ടിയ ഹോട്ടൽ മുറിയിൽ കസേര നിവർത്തിയിട്ടാണ് ഇവർ ഉറങ്ങുന്നത്. ഇവിടെ നിന്ന് എന്നിറങ്ങേണ്ടി വരുമെന്നും എത്ര നാൾ കാത്തിരിക്കണമെന്നും അറിയാത്ത അവസ്ഥയാണെന്ന് ഇവർ പറയുകയാണ്. എയർ ഇന്ത്യയുടെ ടിക്കറ്റ് വിതരണത്തെക്കുറിച്ച് വ്യാപക പരാതികളാണ് ഉയർന്നത്. എംബസി ഈ വിഷയത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ഒട്ടുമിക്ക പ്രവാസികളും കഴിയുന്നത്. തങ്ങൾക്ക് നാട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നായിരുന്നു ഓരോ പ്രവാസികളും ആഗ്രഹിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.